ഈ വർഷത്തെ തൃത്താല ദേശോത്സവം വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വെള്ളിയാഴ്ച രാത്രി വിവിധ ആഘോഷ കമ്മിറ്റികളുടെ ദഫ്മുട്ട്, സ്റ്റേജ് പ്രോഗ്രാമുകൾ, ഗാനമേള എന്നിവയോടെ ആഘോഷ പരിപാടികൾക്ക് തുടക്കമാകും. ശനിയാഴ്ച വാണിഭം, വിവിധ കലാപരിപാടികൾ എന്നിവ ഉണ്ടാകും. ഞായറാഴ്ച രാവിലെ 9:30 കേരളത്തിലെ പ്രശസ്ത ആനകൾ അണിനിരക്കുന്ന ഗജസംഗമം, വൈകിട്ട് 4-ന് 22-ൽ പരം ഉപകമ്മിറ്റികൾ അണിനിരക്കുന്ന ഗജഘോഷയാത്ര മേഴത്തൂർ സെന്ററിൽ നിന്നും തൃത്താലയിലേക്ക് പുറപ്പെടും. ബാൻഡ് വാദ്യം, DJ സംഗീതം, വിവിധ കലാപരിപാടികൾ എന്നിവ ഘോഷയാത്രയ്ക്ക് അകമ്പടിയേകും. കേന്ദ്ര ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് കൊപ്പത്ത്, സെക്രട്ടറി KP ശ്രീനിവാസൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. തീർച്ചയായിട്ടും ഒരു വലിയ ജനകീയ പങ്കാളിത്തമുള്ള ആഘോഷമായിട്ട് മാറുകയാണ്. ദിവസങ്ങളായി പല ഉപകമ്മിറ്റികളും അവിടെ ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ തയ്യാറെടുപ്പ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 8-ാം തീയതിയാണ് ബഹുമാനായ തൃത്താല MLA-യും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള ശ്രീ MP രാജേഷ് ഈ പരിപാടിയുടെ ഭാഗമായിട്ടുള്ള എക്സ്പോ അതിന് ഉദ്ഘാടനം നിർവഹിച്ച് 16-ാം തീയതി കാലത്ത് ഗജസംഗമം സെൻട്രലാണ് നടത്താറ്. അപ്പോൾ നമ്മൾ ബാരിക്കേഡും കെട്ടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സജ്ജീകരണം നമ്മൾ അതിൻ്റെ ഒരുക്കങ്ങളിലാണ്. പിന്നെ ഘോഷയാത്ര നമ്മൾ അവസാനിപ്പിക്കുന്നത് സാധാരണ നമ്മളെ വട്ടത്താണ് ആ റോഡിനായിട്ട് അവസാനിപ്പിക്കുന്നത്. ഇപ്പോൾ നമ്മൾ മുമ്പിൽ തിരിഞ്ഞ് വെസ്റ്റ് തലന്ന് കനാൽ വഴി തിരിഞ്ഞ് ഖബർസ്ഥാൻ്റെ ഭാഗത്താണ് നമ്മൾ എല്ലാ സജ്ജീകരണം ചെയ്തിട്ടുള്ളത്.